അല്ലാഹുവും നമ്മളും തമ്മിലുള്ള മാനസികമായ ബന്ധം, ആ ബന്ധത്തിൽ നമ്മൾ ഒരിറ്റ കണ്ണുനീർ പൊടിക്കിയാൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യും. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസാ നബിയേ, ഇന്നാലിന്ന മരുഭൂമിയിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് മൂസാ നബിയേ, അയാൾ എന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് അയാൾ ഒന്ന് ഖബറടക്കം ചെയ്യണം മൂസാ നബിയേ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല കൽപ്പിച്ച പോലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ഒരു വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? മൂസാ നബി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിന്റെ പരിസരത്ത് ഒരു ഗ്രാമമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മൂസാ നബിയാണ്, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, അയാളെ ഖബറടക്കം ചെയ്യണമെന്ന്. അയാളെ ഖബറടക്കം ചെയ്യാൻ നിങ്ങളൊന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു അവരോട്. അവർ പറഞ്ഞു, സഹായിക്കാമല്ല മൂസാ നബിയെ. അങ്ങനെ ആ ഗ്രാമവാസികൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ വന്നു നോക്കുകയാണ്. വന്നു നോക്കുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന മയ്യിത്ത് കണ്ടപ്പോൾ ഇവർ മൂസാ നബിനോട് ചോദിച്ചു, മൂസാ നബി, അങ്ങെന്താ പറയുന്നത്? ഇയാൾ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നോ? ഇയാൾ തമ്മാടിയാണ് മൂസാ നബിയേ, ഇന്നലെ വരെ തമ്മാടിയായി ജീവിച്ച ആളാണ് ഇയാൾ. അതുകൊണ്ട് മൂസാ നബിയെ, ഇയാൾ വലിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. മൂസാ നബി ഒന്നും പറഞ്ഞില്ല. ആ സമൂഹത്തോട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഇയാളെ ഖബറടക്കം ചെയ്യാൻ എന്നെ സഹായിക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഖബറടക്കം കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞുപോയി. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പടച്ച റബ്ബിലേക്ക് കരങ്ങളും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹ്, നീ പറഞ്ഞല്ലോ എന്നോട് ഇയാൾ നിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്ന്. അല്ലാഹുവേ, ഇയാൾ ഇത്രയും കാലം ജീവിച്ച നാട്ടുകാർ പറയുന്നു ഇയാൾ തമ്മാടിയാണെന്ന്. അല്ലാഹ്, നീ പറഞ്ഞതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ലല്ലോ റബ്ബേ. ഉടനെ അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹു തആല പറഞ്ഞേക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു മൂസാ നബിയോട്, മൂസാ നബിയേ, ആ നാട്ടുകാർ പറയുന്നത് ശരിയാണ് മൂസാ നബിയേ, അയാൾ ഇന്നലെ വരെ അവർക്കിടയിൽ തമ്മാടിയായി ജീവിച്ച ആളാണ്, ശരിയാണ്. മൂസാ നബി അവരെ കുറ്റപ്പെടുത്താൻ യാതൊരു വകയുമില്ല. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയിലാണ്. ഇന്നലെ രാത്രി ആ ഗ്രാമവാസികൾ മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും സുഖനിദ്രയിലാണ് മൂസാ നബിയെ. അപ്പോൾ ഈ തമ്മാടിയായ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ്. അയാൾ ആലോചിച്ചു, അല്ലാഹ്, ഈ കാലം അത്രയും ഞാൻ തമ്മാടിയായി ജീവിച്ചല്ലോ റബ്ബേ, എനിക്ക് മരിച്ചു പോകണ്ടേ, ഖബറിൽ വന്ന് കിടക്കണ്ടേ. അല്ലാഹ്, നിന്റെ സന്നിധിയിൽ വരുമ്പോ ഞാനെന്ത് നിന്നോട് പറയും? ഇയാൾ ഓർത്ത് കരയുകയായി. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നു. മൂസാ നബിയെ ഈ വിശാലമായ മണൽപ്പരപ്പിൽ വന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് എന്റെ സവിധത്തിലേക്ക് കൈപൊക്കിയിട്ട് ഇയാൾ ഒരു വാക്ക് പറഞ്ഞു മൂസാ നബിയെ. അത് കേട്ടപ്പോ എനിക്ക് അയാൾക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലാഹ്, ഞാൻ ഇത്രയും കാലം തമ്മാടിയായി ജീവിച്ച ഒരാളാണ്. അല്ലാഹുവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. നിന്റെ മുമ്പിൽ വരുന്ന സമയമോർത്ത് അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം. അല്ലാഹ്, നീ എനിക്ക് പുറത്തു തരുന്നത് കൊണ്ട് നിന്റെ അധികാരത്തിന് വല്ല കോട്ടവും സംഭവിക്കുമെങ്കിൽ എനിക്ക് നീ പുറത്തു തരണ്ട. അല്ലാഹുവേ, നിന്റെ അധികാരത്തിന് ഒരു കുറവും സംഭവിക്കില്ല എങ്കിൽ, സാധുവായി എനിക്ക് പുറത്തു തന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടവുമില്ല എങ്കിൽ അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ എന്ന് മൂസാ നബിയേ. അത് കേട്ടപ്പോൾ എനിക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. മൂസാ അലൈഹിസ്സലാമേ, അയാളുടെ പാപം ഞാൻ പുറത്തു കൊടുത്തുവെന്ന് മാത്രമല്ല, എന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഉന്നതമായ സ്ഥാനത്താണ് ഞാൻ അയാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ഒരു സെക്കൻഡ്, ഒറ്റ കണ്ണുനീര് മതി. ഒരു കണ്ണുനീര് കവളത്തൂടെ ഇങ്ങനെ റബ്ബിനെ ഓർത്തിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയാൽ അല്ലാഹു കാരുണ്യവാൻ. എത്ര വലിയ കാരുണ്യവാൻ അറിയങ്ങള്.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ യുദ്ധത്തടവുകാരെ കൊണ്ടുവരപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തടവുകാരെ പിടിച്ചു കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അടിമകളായ ചില സ്ത്രീയുണ്ട്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് കുട്ടിയുണ്ട്. അടിമകളെ മദീന മുനവ്വറയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിൽ ഒരു സ്ത്രീ ഉണ്ട്, ഇങ്ങനെ പരക്കം പായുന്നു. സഹാബികൾ മുഴുവൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചപ്പോ എൻ്റെ മോനെ എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഓടുകയാണ് ആളുകൾക്കിടയിലൂടെ. അപ്പൊ കുട്ടി നഷ്ടപ്പെട്ടു പോയതാണ്. ഈ പെണ്ണങ്ങനെ എല്ലാ പരിസരവും ബോധവും നഷ്ടപ്പെട്ടു ഓടുകയാണ്. എൻ്റെ കുട്ടി എന്നിങ്ങനെ പറഞ്ഞു ഓടുകയാണ്. സഹാബികളെല്ലാവരെയും ആ രംഗം എല്ലാം കണ്ടു നിന്ന മുഴുവൻ ആളുകൾ കരഞ്ഞുപോയി. കുട്ടിനെ കാണാത്തത് കൊണ്ട് വെപ്രാളപ്പെട്ട പെണ്ണ് ഓടുന്നത് കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞുപോയി. അല്പസമയം കഴിഞ്ഞ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ തന്റെ പൊന്നമോനെ മാറോട് ചേർത്ത് പിടിച്ച് ഈ ഉമ്മ തുരുതുരാ ചുംബനമർപ്പിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബാ ഈ പെണ്ണ് തന്റെ കുട്ടിയെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ ആ ഉമ്മാക്ക് തന്റെ മകനോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമാണ് രാജാതിരാജനായ റബ്ബിന് തന്റെ അടിമകളോടുന്ന് നബിയുനാ റസൂലുള്ളാഹ്. പക്ഷെ വേണ്ടത് എന്താ അറിയോ? ഖൽബ് പൊട്ടിയിട്ടൊരൊറ്റ കരച്ചിലാണ്. ഖൽബ് പൊട്ടിയൊരു പറച്ചിലാണ്. നാളെ നന്നായൊന്ന് തൗബ ചെയ്ത് റജബനെ വരവേറ്റ് പോകണം. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊന്ന് തൗബ ചെയ്യാൻ. 2 വസ്തഗ്ഫിറൂ മിൻ ദുനൂബികും, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ. എന്താ റജബിൽ ചെയ്യേണ്ട? ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ചില സമയം, ചില മാസം അങ്ങനെ കണ്ടതാ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ റബ്ബിന് വല്ലാത്ത ഇഷ്ടാണ്. അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ചില സമയം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സഹറിന്റെ സമയം, അത്താഴത്തിന്റെ സമയല്ലേ, സുബൈന്റെ മുമ്പും സുബൈയോട് ചേർന്നൊക്കെയുള്ള സമയല്ലേ, ആ സമയം. അതേപോലെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബ് മാസത്തിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അൽ അബ്ദു ആമിനും മിൻ അദാബില്ലാഹ് മസ്തഗ്ഫറല്ലാഹ്. അൽ അബ്ദു ഒരടിമ, ആമിനും മിൻ അദാബില്ലാഹ്, ഒരു ദോഷം ചെയ്യുമ്പോ ആ ദോഷം മുഖേന വരുന്ന ശിക്ഷയുണ്ടല്ലോ, അതൈഹികമായ ശിക്ഷയാകട്ടെ പാരിത്രികമായ ശിക്ഷയാകട്ടെ, ആമിനും മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് അയാൾ സുരക്ഷിതനാകും. മസ്തഗ്ഫറല്ലാഹ്, ഇസ്തിഗ്ഫാർ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമത്രയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എല്ലാവരും ഒരു 10 ഇസ്തിഗ്ഫാർ ഇല്ലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നിട്ടും ചൊല്ലിയിരിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച മാസമാണിത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോടൊക്കെ പറയാം, ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കഴിയുന്നില്ല, 100 ചൊല്ലിക്കോളൂ. 1000 ചൊല്ലാൻ കഴിയുന്നവരാണോ 1000 ചൊല്ലിക്കോളൂ. അത് തന്നെ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചൊല്ലുക, പ്രദോഷത്തിന് മുമ്പായി ഇസ്തിഗ്ഫാർ ചൊല്ലുക, പിന്നെ ഒഴിവുള്ള സമയമെല്ലാം ഇസ്തിഗ്ഫാർ ചൊല്ലുക. എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോ. അതേപോലെ വജ്തനിബുൽ മആസിയ, ദോഷങ്ങൾ ചെയ്യരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഫിശ്ശഹരിൽ ഹറാം വഹുവ റജബുൻ, റജബ് മാസമായാൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ അക്തറൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ആധുനിക ലോകം കേൾക്കേണ്ട ഒരു ഹദീസാണിത്. എന്നാൽ അധിക മനുഷ്യന്മാർക്കും ടെൻഷനാണ്, അല്ലേ 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 കുഞ്ഞുലാജി? നിങ്ങളെ ചെറുപ്പത്തിൽ ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു മനുഷ്യന്മാർക്ക്? ഇല്ല. ആധുനിക മനഃശാസ്ത്രം പറഞ്ഞെന്താ അറിയോ? നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സംഘം ആൾ 100, ഇപ്പോൾ ഇവിടെ എത്ര ആളുള്ള ഒരു 10-300 ആളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? 100 ആളൊരു സ്ഥലത്ത് കൂടിയ 60 ആൾക്കും മാനസികമുള്ളവരായിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ഒരു സാഹിബ് വെറുതെ പറയാണ്. അല്ല, അത് തിരിയാത്തെന്താ? എല്ലാവർക്കും മാനസിക, അതുകൊണ്ട് പിന്നെ തിരിയില്ല. എല്ലാവരും ഭ്രാന്തന്മാരായ പിന്നെ ഭ്രാന്തനെ മനസ്സിലാവോ? ഇല്ലല്ലോ. പണ്ട് ജവഹർലാൽ നെഹ്റു വന്നു കോഴിക്കോട്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് വന്നപ്പോൾ കുതിരവട്ടം കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി കുറച്ച് മനുഷ്യന്മാർ. അവർ പറഞ്ഞു, ഇവിടെ ഒരു ഭ്രാന്താലയമുണ്ട്, ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ നെഹ്റുജി വന്നു. നെഹ്റുജി വന്നിട്ട് എല്ലാ സെല്ലിലും ഇങ്ങനെ കണ്ട് പോയി. ലാസ്റ്റ് സെല്ലിലെത്തി. വേറെ സെല്ലിൽക്കൊന്നും കടക്കാൻ പറ്റൂലല്ലോ. ഞാൻ പ്രധാനമന്ത്രി വന്നാൽ ഞാൻ നടക്കുമല്ലെടുത്ത് പറ്റൂല. അവസാനത്തെ സെല്ലുണ്ട്. അത് ഈ സുഖമായി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പം നെഹ്റുജി ആ റൂമിലേക്ക് കയറി, അങ്ങോട്ട് കയറ്റി. അവർ പറഞ്ഞു, ഇവിടെ കയറാൻ കുഴപ്പമില്ല, അതൊക്കെ സുഖമായ ആളുകളാണ്. അപ്പോൾ നെഹ്റു കടന്നു. നെഹ്റു പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിലെ ആൾ പറഞ്ഞു, സാരല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അതിലും വലുതൊക്കെ പറഞ്ഞതായിരുന്നു. ഒരു 10-12 ദിവസം ഇവിടെ കടത്തിയാൽ സുഖമായിക്കോളും. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അതിനേക്കാൾ വലുത് പറഞ്ഞതായിരുന്നു. ഒരു 10-15 ദിവസം ഇവിടെ കടത്തിയാൽ സുഖമായിക്കോളും. പിന്നെ അങ്ങനെ പറയില്ല. എല്ലാവരും ഭ്രാന്തന്മാരായ പിന്നെ തിരിയില്ലല്ലോ. ഭ്രാന്തനേതാ? ഭ്രാന്തന്മാരല്ലാത്താണ്. അധിക ആളുകൾക്കും മാനസികമാണ്. അധിക മനുഷ്യന്മാരും പറഞ്ഞ വിഷയ ടെൻഷൻ. മൊബൈൽ നിരന്തരം ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു മാനസിക വിഭ്രാന്തി അല്ലേ? എത്ര കുട്ടികൾ കേട്ടോളൂ. ഹബീബായ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അക്തറൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിയാൽ ഒഴിവുള്ള സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വെറുതെ അങ്ങനെ തോണ്ടിക്കളിക്കണേ. ഞാൻ എൻ്റെ വീട്ടിൽ പോണ സമയത്ത് നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ അധിക സമയം പോകുമ്പോഴും വരുമ്പോഴൊക്കെ 2 ചെക്കന്മാരെ കാണാം. ഓരെപ്പോഴും ഓരോ പണി ഇങ്ങനെ കുത്തിയിട്ടുണ്ടാവും. അത് രാത്രിന്ന് വ്യത്യാസമില്ല, പകലെന്ന് വ്യത്യാസമില്ല, എല്ലാ സമയം ഇതൊരു കല്ലുമ്മ കുത്തിരുന്ന പോലെ പണി. എന്താ വെച്ചാൽ ഇതിങ്ങനെ തോണ്ടിയിട്ട് തീർക്കാൻ, സമയം തീർക്കാൻ. ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കും. വമിൻ കുല്ലി ലീകിൻ മഖ്റജാ, ഇസ്തിഗ്ഫാർ ചൊല്ലിയ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റി കൊടുക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നു, ഉസ്താദേ ഈ ഓൺലൈൻ കാലമായിട്ട് എൻ്റെ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷനായിട്ടൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിപ്പോൾ ഞാൻ ഏതെങ്കിലും കൗൺസിലിങ്ങിൻ്റെ ആളെ കാണിക്കാതെ സുഖാവോ? നിങ്ങളിപ്പോൾ എന്തായി നിങ്ങൾ പറഞ്ഞ് ഇസ്തിഗ്ഫാർ ഇല്ല സുഖാവൂന്ന്? ഞാൻ പറയില്ല. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി. ഞങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ആളുകൾ മയക്കുമരുന്നിനെ അഡിക്റ്റായിട്ട് തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ടോ നിങ്ങളടുത്ത്? കൗൺസിലിങ്ങിന് വിധേയനാക്കാതെ അല്ലെങ്കിൽ ചികിത്സിക്കാതെ? എന്നാ സ്വമേധയാ ഒരു കുട്ടി നന്നായി ശ്രദ്ധിക്കണം. ഇസ്തിഗ്ഫാർ ഉമ്മമാർ ചൊല്ലിയാൽ, ഉപ്പമാർ ചൊല്ലിയാൽ, ഏത് ടെൻഷനുള്ള ആളും ആ ടെൻഷൻ മുൻനിർത്തി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അല്ലാഹു തആല ആ ടെൻഷനിൽ നിന്ന് അയാൾക്ക് മോചനം നൽകുന്നതാണ്. ഈ വാപ്പിയും എപ്പോഴും ഇസ്തിഗ്ഫാർ നിലനിർത്തുന്ന ആളുകളാണ്. മോൻ തന്നെ വാപ്പയോട് വന്നിട്ട് പറയാൻ, ഞാനിങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് മാസങ്ങളായി,
എന്നെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു സ്വന്തം മോൻ വന്ന് പറഞ്ഞത് ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയാണ് 1,00,000 കേസ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. സ്വന്തം ഇതിന് അഡിക്റ്റായ ആൾ വന്നിട്ട് അഡിക്ഷനായി പോയ ആൾ വന്നിട്ട് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരാൾ പറയണമെങ്കിൽ ഒരാൾക്കത് കഴിയില്ല. എന്തോ നിങ്ങൾ ചെയ്ത സുഹൃതമാണ്. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ലൈഖിൻ മഖ്റജാ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അവരാഗ്രഹിക്കാത്ത വഴിയിലൂടെ അവരുടെ ഉപജീവനം അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിലോ അവരുടെ എന്ത് ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റിക്കൊടുക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. ഹബീബായ റസൂലുള്ളാഹി എല്ലാവരും പതിവാക്കി. നാട് നന്നാവട്ടെ, ഹൃദയം ശുദ്ധിയാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ കരുതി എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയ മക്കൾ നന്നാവുന്നല്ലേ? അല്ല, ഈ നന്മകളൊക്കെ നമ്മൾ ചെയ്യണം. ഈ നന്മകൾ ചെയ്യണം നമ്മൾ, എന്നാലേ മക്കൾ നന്നാവൂ, നമ്മളും നന്നാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇനിസ്തതഅതും അൻ തുക്സിറു മിനൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഫഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഫഇന്നഹു ലൈസ ശൈഉൻ അൻജഹു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിൻഹു. ഇസ്തിഗ്ഫാറിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറൊന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. നമുക്കറിയോ, പരിശുദ്ധ ഖുർആൻ ഒരു സംഭവം പറഞ്ഞില്ലേ മക്കക്കാരെ കുറിച്ച്? എന്താ? വഇദ ഖാലല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അബിഅതിനാ ബിഅദാബിൻ അലീം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരെ പരിശുദ്ധ ദീനിലേക്ക് പ്രബോധനം ചെയ്തല്ലോ. പ്രബോധനം ചെയ്തപ്പോൾ മക്കക്കാരെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവരവസാനം എന്ത് പറഞ്ഞു? റസൂലുള്ളാഹിനോട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പുണ്യ നബിയുടെ മുമ്പിൽ വെച്ചവർ ഇങ്ങനെ ദുആ ചെയ്തു. വഖാലു അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക, മുഹമ്മദ് ഞങ്ങളോട് ഈ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങൾക്ക് നേരെ ആകാശത്തു നിന്ന് കല്ലുകൾ വർഷിപ്പിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഈ അംഗീകരിക്കാത്ത ഞങ്ങളെ വേദനാജനകമായ ശിക്ഷക്ക് നീ വിധേയമാക്ക്. മക്കക്കാര് പറഞ്ഞതാ. റസൂലുള്ളാഹി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴേ ഓല് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എന്ന് മാത്രമല്ല, ധിക്കാരം കൊണ്ടോല് പറഞ്ഞു, മുഹമ്മദേ, നീ പറയുന്നതാണ് സത്യമെങ്കിൽ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്ത? നീ പറ നിന്റെ റബ്ബിനോട് ശിക്ഷിക്കാൻ. ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കൽമയെ പെയ്യിപ്പിക്കാൻ പറ. നിന്റെ റബ്ബിനൊക്കെ കഴിയൂലേ? നിന്റെ റബ്ബിനോട് ഞങ്ങളെ മേലെ കല്ലിന്റെ മഴ വർഷിപ്പിക്കാൻ പറ. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ചെന്നിട്ട് ഞങ്ങളെ മരിപ്പിക്കാൻ പറ. ധിക്കാരപരമായി വെല്ലുവിളിച്ചതാണ്. അതിന് ഖുർആൻ കൊടുത്ത മറുപടി എന്താ പറയുക? നന്നായി ശ്രദ്ധിക്കണേ. ഇസ്തിഗ്ഫാർ ഇല്ലാതെ പോയതാണ് നമുക്ക് വന്നു പോയ ഏറ്റവും വലിയൊരു അബദ്ധം. പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് കണ്ടില്ലെങ്കിൽ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഏതു മഹല്ലിൽ നിന്നും ഇസ്തിഗ്ഫാറുകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാ സ്ഥാനത്ത് നമ്മൾ കേൾക്കുന്നത് ടറഫുകളുടെ കീഴിൽ ഗോൾ ഗോൾ. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ടറഫുകളിൽ നിന്ന് ഗോളടിക്കുന്ന ശബ്ദങ്ങളാണ്, ശബ്ദകോലാഹലങ്ങളാണ്. എവിടുന്ന് രക്ഷ കിട്ടാനാ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവര് പറഞ്ഞു എന്തറിയോ? ഞങ്ങളെ ശിക്ഷിക്കാൻ പറ റബ്ബിനോട്. എന്തേ നിന്റെ റബ്ബ് ഞങ്ങളെ ശിക്ഷിക്കാത്തത്? ഖുർആനാണ്. അല്ലാഹു തആല അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ഹബീബായ നബി അവരോട് പറയണം, അവർ ശിക്ഷ ചോദിച്ചു വാങ്ങിയാലും ഞാൻ അവരെ ശിക്ഷിക്കില്ല. എന്താ കാരണം? വഅൻത ഫീഹിം, നിങ്ങൾ അവരിലുണ്ട്. യാ റസൂലല്ലാഹ്, അങ്ങ് മക്കക്കാരിൽ ഉണ്ടായിരിക്കെ ഞാൻ അവരെ ശിക്ഷിക്കൂല. പിന്നെ പറഞ്ഞതെന്താ? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറാൻ. ഇനി ഹബീബായ നബി അങ്ങ് ഇവിടെ നിന്ന് മദീനയിലേക്ക് പോയാലും ഞാൻ അവരെ ശിക്ഷിക്കൂല. എന്താ കാരണം?
വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ബഹുദൈവ വിശ്വാസികളാണവർ, പക്ഷെ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ? ഇവർ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ഗുഫ്രാനക 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 ഗുഫ്രാനക. ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ തവാഫ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളാണെങ്കിലും ഇസ്തിഗ്ഫാർ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കില്ല എന്നവരോട് പറഞ്ഞേക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്. അത്ര വലിയ അമലാണ് ഇസ്തിഗ്ഫാർ. പുണ്യനബി അത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ മാസം റജബിന്റെ മാസം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കേട്ടോളൂ, ഖാല റസൂലുള്ളാഹി. ഞാൻ എൻ്റെ വകൊന്നും പറയില്ലേ, രേഖയില്ലാതെ തെളിവില്ലാതെ ആലിമീങ്ങൾ കിതാബുകൾ എവിടെയെങ്കിലും ഉദ്ധരിച്ചതല്ലാതെ ഞാൻ ഒന്നും പറയുന്നേ ഇല്ല. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗതി മിനൽ അതശ്. മരിക്കുന്ന സമയം ദാഹമില്ലാതെ മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ഇൻ അറത്തുമുർ റാഹത വഖ്തൽ മൗത്, മരണസമയത്ത് റാഹത്തായി മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? ദാഹമില്ലാതെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്ത് ഭയങ്കര ദാഹമായിരിക്കുന്നതാണ്. ഇപ്പം അടുത്തൊരാൾ മരിച്ചതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, രാത്രിയാണെങ്കിലും മരിക്കണം, ഒറ്റയ്ക്ക് കിടക്കുന്നു, രാവിലെ ആളെ എഴുന്നേൽക്കുന്ന കാണാത്തപ്പോൾ തുറന്നു വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ ആൾ മരിച്ചെടുക്കണ കാണും. ഈ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് വലിയൊരു പാത്രത്തിൽ വെള്ളമുണ്ട് അവിടെ. അപ്പം അയാൾക്ക് മരണവെപ്പളാവണം വന്നപ്പോൾ അയാൾ തന്നെ സ്വന്തം പോയി പാത്രത്തിൽ വെള്ളം എടുത്ത് കൊടുത്തിട്ട് കുറേ കുടിച്ച് പിന്നെ കുടിക്കാൻ കഴിയില്ല, ദാഹം ബാക്കിയാണ്, അങ്ങനെ വെച്ച് മരിച്ചു പോയത്. ദാഹം തീർന്നുകൊണ്ട് മരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് വരാനുള്ളതാണ് വൽ ഖുറൂജ് മഅൽ ഈമാൻ. ഈമാനോടുകൂടെ മരിക്കണമെന്ന് താല്പര്യമുണ്ടോ? വന്നജാത മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് മരണസമയത്ത് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടോ? മരിക്കാൻ പോണ സമയത്ത് ശൈത്താൻ വന്ന് പേപ്പിക്കും. അവസാനത്തെ സമയം എലക്ഷൻ്റെ തലേന്നത്തെ മൈരിയാണ്. എലക്ഷൻ്റെ തലേ ദിവസമല്ലേ ഒരു പരിപാടി, എന്താണ് ഇലക്ഷൻ്റെ തലേ ദിവസം വോട്ട് പിടുത്തതിന് മുമ്പ് പിടിക്കലുണ്ട്, പക്ഷെ തലേ ദിവസമല്ല ഒരു പിടുത്തുണ്ട്. അങ്ങോട്ട് കിട്ടൂലെന്ന് തോന്നുന്ന പോലൊക്കെ ഒന്ന് പോയിട്ട് അവസാനത്തെ ഒരു ശ്രമം, അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശ്രമമുണ്ട്, ബൂത്തിലേക്ക് പോണ വഴിയിൽ നിന്നിട്ട് പിന്നെ കുഞ്ഞാമതേ നമ്മളെ മറക്കരുതേ എന്നൊരു ചിരി, ഒരു പ്രത്യേക ചിരി. അതുവരെ ചിരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതേപോലെ ഉണ്ട് ശൈത്താനൊരു പണി. പിശാച് അവസാനത്തെ സെക്കൻഡിൽ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അല്ലേ മജ്ലിസിനോട് ചെല്ലുമ്പോൾ ചെല്ലില്ല ഞങ്ങള് അല്ലേ, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് ഖൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. സത്യാണ്. അപ്പോഴാണ് പിശാചിന്റെ വല്ലാത്ത പ്രയാസം ഉണ്ടാവുക. പല ആളുകളും ബേജാറായി പോകുന്ന സമയമാണത്. ആ സമയം ഒരാൾക്ക് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ആരാ ചോദിക്കണം അറിയോ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ഫഹ്തരിമു ഹാദിഹി ശുഹൂറ കുല്ലഹാ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്, അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ച ഈ മാസങ്ങളെ നിങ്ങളും ആദരിച്ചോളൂ. എങ്ങനെ? ബികതറത്തിസ് സിയാം. ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് എത്ര നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നോമ്പ് നോറ്റോളൂ. ഒന്ന്, ബികതറത്തിസ് സിയാം. റജബ് മാസത്തെ ആദരിക്കേണ്ടത് മറ്റൊരു രൂപം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. എത്ര നോമ്പ് നോൽക്കാനും കഴിയുമോ അത്രയും നോമ്പ് നോറ്റോളൂ. വന്നദമു അലാ മാ സലഫ മിനൽ ആസാം. ചെയ്തു പോയ കുറ്റങ്ങൾ ഓർത്തിട്ട് ധാരാളം കരഞ്ഞോളൂ. മാത്രമല്ല വദ്കുറൂ ഖാലിഖൽ അനാം, ധാരാളം ദിക്റുകളും ചൊല്ലിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നാൽ നിങ്ങൾക്ക് നന്നായി മരിക്കാൻ മാത്രമല്ല തദ്ഖുലൂ ജന്നത റബ്ബിക്കും ബിസലാം,
നിങ്ങൾക്ക് സമാധാനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു തആല അങ്ങനെ സ്വാഗതം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ കഴിയും. ചെയ്യേണ്ടതെന്താ? റജബ് മാസത്തെ നമ്മൾ ആദരിക്കുകയാണ്. എങ്ങനെ? ബികസറത്തിസ്സിയാം, എത്ര നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ നോമ്പ് നോറ്റോളോ. ധാരാളം നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ റജബിനെ ധന്യമാക്കണം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്നഹു ഖാല, മഹാനവർകൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, 10 കൊല്ലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. മഹാനവർകൾ പറയുന്നു, അന്നഹു ഖാല ലഖീതു മുആദ് ഇബ്നു ജബൽ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഞാൻ കണ്ടുമുട്ടി. ഫഖുൽതു ലഹു, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മിൻ ഐന ജിത, നിങ്ങൾ എവിടെന്നാ വരുന്നത്? അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഖാല, അപ്പോൾ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, ജിഅ്തു മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് വരികയാണ്. ഫഖുൽതു, അനസ് റളിയല്ലാഹു അൻഹു പറയപ്പോൾ ഞാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻഹു, റസൂലുള്ള പുതിയ വല്ല വിവരവും പറഞ്ഞു തന്നോ? സ്വഹാബികളുടെ താല്പര്യമാണ്. പഴയ കാലത്തൊക്കെ വയൽ കഴിഞ്ഞ് വന്നാൽ ചോദിക്കുമെന്നു, എന്തൊക്കെ കാര്യം ഉസ്താദെന്ന് ഇന്ന് വയലിൽ പറഞ്ഞേന്ന്. ഇപ്പം ആൾക്കാർ ചോദിക്കാൻ എന്താ അറിയോ, ഉസ്താദ് വല്ല വിറ്റും പറഞ്ഞു തോന്നാ. കാലത്തിൻ്റെ വ്യത്യാസമാണ്. എനിക്കറിയാം, ഞാൻ മട്ടന്നൊരു 10-20 കൊല്ലമായല്ലോ. എല്ലാ റമദാനും 10-30 ദിവസം വയലുണ്ടാവും അവിടെ പള്ളിയിൽ. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയും, ഇന്നലത്തെ അതൊരു വിറ്റൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമ്മളോട് ഇന്നലെ നമ്മളെ സുഹൃത്ത് ചെന്നപാട് തന്നെ ചോദിച്ചത്, മഞ്ഞാന്നറ്റ് വിറ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു, ഇന്നലെ വിറ്റെന്തെങ്കിലും പറഞ്ഞു എന്നാണ് ചോദിച്ചത്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ സമയത മിൻ, ഹബീബായ റസൂലുള്ള പുതിയ വല്ല വിവരവും നിങ്ങൾക്ക് വല്ല അറിവും പകർന്നു തന്നോ? ഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പറഞ്ഞു, അതേ സമയത്തോ ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. റസൂലുള്ളാഹിന്റെ സദസ്സെന്ന് എന്താ പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥതയോടെ അയാൾ പറഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ സാമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിലെ ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, റജബ് എന്ന മാസത്തിലെ ഒരു ദിവസം ഒരാൾ റജബിനെ ആദരിച്ചുകൊണ്ട് നോമ്പ് നോറ്റു, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടെന്നാൽ, ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. ثم دخلت, പിന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇത് മുആദിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഫഖുൽതു, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, അന്ന മുആദൻ അഖ്ബറനി ബികദാ ബികദാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദ് എന്നോട് പറഞ്ഞല്ലോ നബിയെ. റജബ് മാസം ഒരാൾ ഒരു നോമ്പെങ്കിലും നോറ്റാൽ ആ നോമ്പ് കാരണം അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് മുആദ് എന്നോട് പറഞ്ഞല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖ മുആദ്, അനസേ മുആദ് പറഞ്ഞത് സത്യമാണ് അനസേ. അപ്പൊ റജബ് മാസം, ആ മാസത്തോടുള്ള ആദരവും ബഹുമാനവും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് വറ്റാൽ അള്ളാഹു തആല സ്വർഗം കൊടുക്കുന്നു. ഒറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രാധാന്യമാണത്. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാൻ എന്ന തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓർക്കെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗ്ഗത്തിലൊരു പുഴയുണ്ട്. യുഖാലു ലഹു റജബ്, ആ പുഴയുടെ പേര് തന്നെ റജബ് എന്നാണ്. റജബ്
സ്വർഗത്തിലൊരു പേരുണ്ട്, പുഴയുണ്ട്, പുഴയുടെ പേര് തന്നെ റജബ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ മിൻ ശഹരിൻ ഹറാം, പരിശുദ്ധമായ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരാൾ നോമ്പ് നോറ്റു, അൽ ഖമീസ വ്യാഴാഴ്ച, വൽ ജുമഅ വെള്ളിയാഴ്ചയും, അതേപോലെ വസ്സബ്ത ശനിയാഴ്ചയും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഒരാൾ നോമ്പ് നോറ്റാൽ കതബല്ലാഹു ലഹു ഇബാദത സനതൈൻ, അല്ലാഹു തആല അയാൾക്ക് 2 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്തു ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ മിൻ റജബ്, റജബിലെ ഒരു ദിവസമെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ കാന കസിയാമി സന, ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു തരും. റജബിലെ ഒരു ദിവസത്തെ നോമ്പിന്റെ കൂലി 1 വർഷത്തെ നോമ്പിന്റെ കൂലിയാണ്. വമൻ സാമ സബഅത അയ്യാം, ഒരാൾ റജബിൽ 7 ദിവസം നോമ്പ് നോറ്റാൽ ജഹന്നം, നരകത്തിന്റെ 7 കവാടങ്ങളും അയാളുടെ മുമ്പിലായ അല്ലാഹു തആല കൊട്ടിയടക്കുന്നതാണ്. വമൻ സാമ സമാനിയത അയ്യാം, ഒരാൾ റജബിൽ 8 ദിവസം നോമ്പ് നോറ്റാൽ ഫുതിഹത ലഹു സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അയാളുടെ മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കുന്നതാണ്. വമൻ സാമ അശറത അയ്യാം, കേട്ടോളട്ടോ, റജബിൽ ഒരാൾ 10 ദിവസം നോമ്പ് നോറ്റാൽ, വമൻ സാമ അശറത അയ്യാം, റജബിൽ 10 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, ലം യസ്അലില്ലാഹ അസ്സ വജല്ല ശൈഅൻ ഇല്ലാ അഅതാ, ആ 10 ദിവസം നോമ്പ് വെച്ചിട്ട് എന്ത് കാര്യം റബ്ബിനോട് അയാൾ ദുആ ചെയ്താലും അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വയറിൽ ക്യാൻസർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങളുള്ള ആളാണ്, മക്കളിൽ പരീക്ഷണങ്ങളുള്ള ആളാണ്, റജബിലെ 10 ദിവസം നോമ്പ് വെച്ചിട്ട് പടച്ച റബ്ബിനോട് 10 ദിവസം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് 10ാമത്തെ ദിവസത്തെ നോമ്പ് നൂറ്റുണ്ടെന്ന് ദ്വാരനാൽ ലം യസ്അലില്ലാഹ ശൈഅൻ, അല്ലാഹുവിനോട് എന്തയാൾ ചോദിച്ചാലും ഇല്ലാ അഅതാ, അല്ലാഹു തആല അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം കിട്ടുന്ന രീതി എങ്ങനെയെന്ന് നാളെ ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമൻ സാമ 15 യൗമാ, 15 ദിവസം ഒരാൾ റജബിൽ നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തു നിന്നൊരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ഖദ് ഗഫർതു ലക് മാ സലഫ്, കഴിഞ്ഞു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അടുത്ത കൊല്ലം കിട്ടണമെന്നില്ല. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? മാരെ, അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഇന്ന് റജബിനെ കുറിച്ച് പറയാൻ കാരണം പുണ്യ നബി പറഞ്ഞു, അഫ്ളലുൽ ഇൽമി ഉൽമുൽ ഹാൽ, സാന്ദർഭികമായി ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഏറ്റവും നല്ല ഇൽമെന്ന്, ഏറ്റവും പ്രാധാന്യമേറിയ ഇൽമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സമയങ്ങളെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ മുന്നോട്ട് വന്നോളോ. ഒരാൾ 15 ദിവസം നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ്സമാ, 15ാമത്തെ നോമ്പങ്ങ് പൂർത്തിയാക്കുന്നതോടുകൂടെ ആകാശത്തു നിന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്ങനെ, ഖദ് ഗഫർതു ലക മാ സലഫ്, നീ മുമ്പ് ചെയ്തു പോയ എല്ലാ ദോഷവും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഫസ്തഇനി ഫിൽ അമല, അതുകൊണ്ട് നീ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്നോളൂ എന്ന് വിളിച്ചു പറയും. ഖദ് ബുദ്ദിലത് സയ്യാതുകും ഹസനാത്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ മുഴുവൻ ഈ നോമ്പ് കാരണം അല്ലാഹു നന്മകളാക്കി മാറ്റി എഴുതി തന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമത്രേ ആകാശത്ത് വെച്ച്. വമൻ സാദ സാദഹുല്ലാഹ്, ഇനി 15-നേക്കാളും മേലെ ഒരാൾ നോറ്റാൽ അല്ലാഹു തആല പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്.